ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ പതുക്കെ ട്രെൻഡ് ആവാൻ പോകുന്ന വണ്ടികളാണ് കൂപ്പെ SUVs എന്ന് പറയുന്നത്. ഇതുവരെ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ അങ്ങനെ കൂപ്പെ SUVs ഒന്നും വന്നിട്ടില്ല. പക്ഷേ ടാറ്റയുടെ കർവ് അധികം വൈകാതെ തന്നെ വരുന്നുണ്ട്. ഓഗസ്റ്റ് മാസത്തിലാണ് ആ വാഹനത്തിന് ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ സിട്രോയിൻ്റെ ബസാൾട്ട് എന്ന് പറഞ്ഞ ഒരു കൂപ്പെ SUV, അതായത് നമ്മുടെ C3 എയർക്രോസ് ബേസ് ചെയ്തിട്ടുള്ള SUVയും അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് മാസങ്ങൾ മുന്നേ കാണിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ടീസേഴ്സൊക്കെ സിട്രോയിൻ ഒഫീഷ്യലി ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഒരു 3 ടീസേഴ്സാണ് ഇറക്കിയത് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്ന സമയം വരെ. ആൻഡ് ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വാഹനം നമ്മുടെ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ ലോഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വണ്ടികളിലും ലോഞ്ച് ഏകദേശം അടുത്തടുത്തായിട്ടാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇവർ ടീസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇൻറ്റീരിയേഴ്സിൻ്റെ ഷോട്ട്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ സിട്രോയിൻ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എക്സ്റ്റീരിയറിലാണെങ്കിലും കുറച്ചൊക്കെ ഫീച്ചേഴ്സിൻ്റെ ഒക്കെ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് ഇൻറ്റീരിയർ ആണ്. കാരണം ഇതിൻ്റെ അകത്ത് സിട്രോയിൻ കുറച്ചൊക്കെ പഴയ വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സ് കൂടുതൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ അവർ കൂടുതൽ കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഓൾമോസ്റ്റ് നമ്മൾ C3 എയർക്രോസിൽ കണ്ടതുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. അതിപ്പോൾ ഉണ്ടാവും, കാരണം ആ വണ്ടി ബേസ്ഡ് ആയിട്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതുമായിട്ടുള്ള ഒരുപാട് പാർട്ട് ഷെയറിങ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇൻഫോടൈം സിസ്റ്റം ആണെങ്കിലും അത് C3യിലും C3 എയർക്രോസിലും C3യിലും എല്ലാത്തിലും വരുന്ന സെയിം 10.1 ഇഞ്ചോളം സൈസുള്ള ഇൻഫോടൈം സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. ആർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഭയങ്കര ഹൈ ഗ്രാഫിക്സോ അല്ലെങ്കിൽ ഒരുപാട് ആനിമേഷൻസോ ഒക്കെ ഉള്ള സംഭവം നല്ല വളരെ നോർമൽ ആയിട്ടുള്ള സിസ്റ്റമാണ്. ഞാനത് ഉപയോഗിച്ച് നോക്കിയിരുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ച് ലാഗോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സെൻറ്റർ കൺസോളിൽ തന്നെ AC വെൻസിൻ്റെ ഡിസൈൻ അതൊക്കെ നമ്മുടെ സെയിം C3 എയർക്രോസിലുണ്ടായിരുന്ന അതേ സംഭവം തന്നെയാണ്. പക്ഷെ അതെനിക്ക് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഫ്ലിംസി ആയിട്ട് തോന്നി. അതായത് അതിൻ്റെ അകത്തൊരു പാഡിങ് ഉള്ള പോലും തോന്നില്ല. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇളക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറ്റൻഷൻ ടു ഡീറ്റെയിലിൻ്റെ പേരിൽ അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ അടുത്തത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇത് നമ്മുടെ സിട്രോയിൻ C3 എയർക്രോസിൽ അവർ ആദ്യമായിട്ട് കാണിച്ച ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ്. ഭയങ്കര ഹൈ സൈസ് ഒന്നുമല്ല, പക്ഷെ എന്നാൽ പോലും ചെറിയൊരു സാധനമാണെങ്കിലും അവർ C3യിൽ ആദ്യം കൊടുത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ബെറ്റർ ആണ്. കാരണം കളർ TFT ഡിസ്പ്ലേ ആണ്. C3യിൽ ആദ്യം കൊണ്ടുവന്ന മോണോക്രോം ഡിസ്പ്ലേ ആയിരുന്നു, വളരെ ചെറുതായിരുന്നു ആൻഡ് വളരെ മോശമായിരുന്നു. ഇത് പക്ഷേ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഇനി അടുത്തതാണ് മെയിൻ സംഭവം. ഈ വാഹനത്തിൽ അവർ ഫൈനലി ഓട്ടോ AC കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൺട്രോൾസ് അവിടെ കാണാം. അതും അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ ടച്ച് ഫംഗ്ഷൻസ് ഒക്കെ ആക്കി കോംപ്ലിക്കേറ്റഡ് ആക്കാനും സിട്രോയിൻ നോക്കിയിട്ടില്ല. നമുക്ക് ഇവിടെ എൻഡിലായിട്ട് ലോ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കാണാം. അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ മോഡ് മാറ്റാനുള്ള, അതായത് മുഖത്തേക്ക് എടുക്കണോ കാലിലേക്ക് എടുക്കണോ അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള സംഭവം. അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. നന്നായി ഇവർ ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കാണിക്കില്ലല്ലോ ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡിസ്പ്ലേ ഏരിയ ഉണ്ടാവും എന്ന് വിചാരിക്കാം. ഇനി ഡിസ്പ്ലേ ഇല്ലെങ്കിൽ തന്നെ എന്തായാലും ഇൻഫോർടൈം സിസ്റ്റത്തിൽ അത് കാണിക്കും. ഓട്ടോ AC എന്തായാലും ഫൈനലി വന്നു എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ കുറച്ച് കാലത്തിനുള്ളിൽ നമ്മുടെ C3 എയർക്രോസിലും വന്നേക്കാം. കാരണം അതിൻ്റെ അകത്ത് ഇപ്പോഴും അവർ മാനുവൽ AC തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു വ്യത്യാസം വരുന്നത് ഫ്രണ്ടിൽ ആംബ്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം അവർ C3 എയർക്രോസിൽ കൊടുത്ത പോലെ ഡ്രൈവർ സീറ്റിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ആംബ്രസ്റ്റ് കൊടുത്തിട്ടില്ല. അവിടെ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ആംബ്രസ്റ്റ് സെൻറ്ററിൽ നല്ല രീതിയിൽ അവർ മൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം നമുക്ക് രണ്ട് പേർക്കും യൂസ് ചെയ്യാൻ പറ്റും, പാസഞ്ചറിനും ഡ്രൈവറിനും. C3 എയർക്രോസിലുള്ളത് ആകെ ഡ്രൈവറിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ആ സംഭവം അവിടെ വരുന്ന സമയത്ത് നമുക്ക് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അത് കറക്റ്റ് അതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആംബ്രസ്റ്റ് പൊക്കിയിട്ടൊക്കെ വേണ്ടി വരും നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. കാരണം എർഗണോമിക്സ് വൈസ് അവർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ബാക്കിലും ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ഇത് പക്ഷേ ടോപ്പ് എൻഡിൽ അവർ എന്തായാലും കൊടുത്തേക്കും. കാരണം മറ്റേ ഇപ്പോൾ C3 എയർക്രോസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് വകഭേദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 5 സീറ്റർ എടുക്കുകയാണെങ്കിൽ ആംബ്രസ്റ്റ് കിട്ടും, 7 സീറ്റർ എടുക്കുകയാണെങ്കിൽ ആംബ്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നേരെ തിരിച്ച് അങ്ങനെയൊക്കെ വരുന്ന രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ അകത്ത് AC വെൻസിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്കിപ്പം 7 സീറ്റർ എടുക്കുകയാണെങ്കിൽ ബാക്കിൽ AC വെൻസ് ഉണ്ട്, 5 സീറ്റർ എടുക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് AC വെൻറ്റേ ഇല്ല. അതായത് സെക്കൻഡ് റോയിൽ ഇരിക്കുന്നവർക്ക് AC ഇല്ല, തേർഡ് റോ പിന്നെ ഇല്ലാത്ത മോഡലാണല്ലോ 5 സീറ്റർ. പക്ഷേ അപ്പോൾ അതിന് അങ്ങനത്തെ പ്രശ്നമുണ്ട്. ബാക്കിൽ AC വേണമെങ്കിൽ നിങ്ങൾ 7 സീറ്റർ തന്നെ എടുക്കാൻ നിർബന്ധിതരാകുമായിരുന്നു. ഇതിലും അവർ ബാക്കിൽ AC കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്യാവശ്യം നല്ല നീളമുള്ള വണ്ടിയാണ്. അപ്പോൾ ബാക്കിൽ ACയും കൂടെ അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാവും. ഈവൻ ദോ 7 സീറ്റർ ഒന്നും അല്ല സംഭവം, 5 സീറ്റർ ആണെങ്കിൽ പോലും AC തീർച്ചയായും നിർബന്ധമാണ്. പിന്നെ അടുത്ത കാര്യം ഇതിൻ്റെ ഡിസൈനാണ്. നമ്മുടെ ഹെഡ് റെസ്റ്റിൻ്റെ ഇത് ബാക്കിലത്തെ ഹെഡ് റെസ്റ്റ് ആണ്. പക്ഷേ അതിൻ്റെ ഒരു ഡിസൈൻ കുറച്ച് യൂണീക്കാണ്. അതായത് നമ്മുടെ തല ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോർണേഴ്സൊക്കെ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചെറുതായിട്ട് വളമൊക്കെ തിരിക്കുന്ന സമയത്ത് ആടിപ്പോവാണ്ട് അവിടെ ഒരു ചെറിയൊരു പാഡിങ് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റും റൈറ്റ് സൈഡിൽ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കുറച്ചൊരു ബൾജിങ് പോലെ ഉണ്ട്. സാധാരണ നമുക്ക് ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന വണ്ടികളുടെയൊക്കെ ഹെഡ് റെസ്റ്റ് വളരെ നോർമലായിട്ടാണ് കിട്ടാറുള്ളത്. ഇനിയിപ്പം നിങ്ങൾ അഡീഷണലായിട്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ ഒരു പില്ലോ പോലെയൊക്കെ കിട്ടും. പക്ഷേ അത് അഡീഷണൽ കൊടുത്ത് വാങ്ങുന്നതാണല്ലോ. ഇത് കമ്പനിയിൽ നിന്ന് തന്നെ അവരിങ്ങനെ തരുന്നുണ്ട്. പക്ഷേ എന്തായാലും നടുവിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് എന്നുള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. ഉണ്ട് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്, വളരെ ചെറിയ സൈസുള്ളതാണ്. അതാണ് ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റിൽ കാണാൻ പറ്റിയത്.
പിന്നെ ഫ്രണ്ട് സീറ്റ്സിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്കൊരു ബേസ് ടോണുള്ള ഇൻറ്റീരിയർ തന്നെയാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. ഓൾമോസ്റ്റ് നമ്മുടെ C3 എയർക്രോസ് പോലൊക്കെ തന്നെ. പക്ഷേ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓൾറെഡി C3 എയർക്രോസിൻ്റെ സീറ്റ്സ് നല്ലതായിരുന്നു. അതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ആകെപ്പാട് തോന്നിയത് അവർ കമ്പനിയിൽ നിന്ന് അടിച്ചു തരുന്ന ഒരു സീറ്റ് കവർ ഉണ്ട്, അത് വളരെ മോശമാണ്. കാരണം നമുക്ക് സീറ്റുമായിട്ട് ഫിക്സ്ഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. നമ്മൾ അതിൻ്റെ തിരിക്കുമ്പം നമ്മുടെ ആ ലെതറിൻ്റെ മെറ്റീരിയൽ നേരെ സീറ്റുമായിട്ട് ഒട്ടിപ്പിടിക്കും. അങ്ങനത്തെ കുറച്ചൊരു എന്തോ നമുക്കൊട്ടും നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലായിട്ട് തോന്നുന്നില്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഒരു കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ ലെതർ സീറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൊണ്ട് ബെറ്റർ ആയിരിക്കും. കാരണം മറ്റേത് ഡീലർ ലെവലിൽ ചെയ്തു തരുന്നതാണല്ലോ. ഇനി എക്സ്റ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഒരു വളരെ മോശം കാര്യമുള്ളത് ഇതിൻ്റെ ടെയിൽ ലൈറ്റ്സ് ആണ്. സംഭവം വണ്ടി ബാക്കിൽ നിന്ന് കാണാനൊക്കെ അത്യാവശ്യം ലുക്കാണെങ്കിലും ഇതിൻ്റെ ടെയിൽ ലൈറ്റ്സ് അവർ ഇപ്പോഴും നോർമൽ ഹാലജൻ ബൾബാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോട്ടോ കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവർ കാണിച്ചിരിക്കുന്ന ടീസറിലുള്ളതാണ് നമ്മുടെ നോർമൽ ലൈറ്റാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അവിടെ കുറച്ച് ബ്ലാക്ക് ഇൻസേർട്സ് ഒക്കെ കൊടുത്താൽ സെപ്പറേറ്റ് ചെയ്യുന്ന പോലെ വെക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ സാധാരണ ബൾബാണ്. അതൊന്ന് മാറ്റി LED ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടിയാനെ. അവർ ഇൻ്റർനാഷണലി ഒക്കെ ഈ അടുത്ത പുതിയ C3 എയർക്രോസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ബാക്കിൽ LED ടെയിൽ ലാംപ്സ്, ഫ്രണ്ടിൽ LED ഹെഡ് ലാംപ്സ് അതൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ LED ഹെഡ് ലാംപ്സ് ഉണ്ട്. അതങ്ങനെ ഫൈനലി അവർ കൊണ്ടുവന്നു. C3 എയർക്രോസിൽ ഇല്ലായിരുന്നു. അതിൻ്റെ അകത്ത് സാധാരണ ഹാലജൻ ലൈറ്റാണ് അവർ അത്രയും വിലയുള്ളൊരു വണ്ടിയിൽ പോലും കൊടുത്തിരുന്നത്. അത്രയും വില എന്ന് പറഞ്ഞാൽ ക്രെറ്റയുടെ അത്ര ഒന്നുമില്ല. 14 lakhs ആയിരുന്നു അതിൻ്റെ ടോപ്പ് എൻ്റെ എക്സ്ഷോറൂമാണ്. ബട്ട് സ്റ്റിൽ അത്രയും വില ഉണ്ടല്ലോ, അത് മോശമല്ല, കുറവായിട്ട് പറയാനും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിംഗ് ഉണ്ടായിരുന്നെല്ലാം ഇതിനകത്ത് അവർ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. DRLs ഓൾറെഡി അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, ഇതിൻ്റെ അകത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്ലോട്ട് കാണുന്നില്ല. അത് ചിലപ്പം DRLസിൻ്റെ അകത്ത് തന്നെ കൊടുത്തേക്കാം. അതുപോലെ ഫോഗ് ലാംപ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അത് LED ആക്കിയതായിട്ടും കണ്ടിട്ട് തോന്നുന്നില്ല. മിക്കവാറും നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഹാലജൻ ലൈറ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ മിക്ക വീഡിയോസിലും പറയാറുണ്ട്, ഫോഗ് ലാംപ്സ് നമുക്ക് ഹാലജൻ ലൈറ്റ് ആവുന്നത് തന്നെയാണ് നല്ലത്. അല്ലാണ്ട് വൈറ്റ് ലൈറ്റിൽ, അതായത് വൈറ്റ് ഫോഗ് വരുമ്പോൾ വൈറ്റ് ലൈറ്റ് അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇനി ഇതിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുമ്പം വാഹനം നമുക്കറിയാം ഒരു കൂപ്പേ ലൈക്ക് ഡിസൈൻ ഫോമാറ്റിൽ വരുന്ന വണ്ടിയാണ്. കർവ് പോലൊക്കെ തന്നെ ഇരിക്കും. കർവിനേക്കാൾ ഒരു ഇത്രയും കൂടെ ഒതുങ്ങിയ ഡിസൈനായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കർവ് ബാക്കിൽ നിന്ന് ഒരു ഇത്തിരി ഓവറായിട്ട് ലിഫ്റ്റ് ചെയ്ത പോലെ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇച്ചിരി കൂടിപ്പോയതിൻ്റെ ആയിരിക്കും. ഈ വണ്ടിക്ക് പക്ഷേ C3 എയർക്രോസിന് 200 mm ഉള്ളൂ. ഇത് ചിലപ്പം ഒരു ഇത്തിരി കൂടെ ലോ ആക്കുമായിരിക്കും, 190 mm ആക്കുമായിരിക്കും. പക്ഷെ എന്തായാലും നമുക്ക് നോർമലി നമ്മുടെ റോട്ടിൽ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നത്ര സഫീഷ്യൻ ക്ലിയറൻസ് ഉറപ്പായിട്ടും ഇതിനുണ്ടാവും. കാരണം അതാണ് കൂപ്പേ SUVസിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, സെഡാൻസ് പോലൊക്കെ തന്നെ ആയല്ലോ. ഇതിനപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ലെങ്ത് പ്രതീക്ഷിക്കാം. 4.2 to 4.3 മീറ്റേഴ്സിനടുത്ത് വരെ ഇതിൻ്റെ ലെങ്ത് ഉണ്ടാവും. കർവിൻ്റെയും ഏകദേശം സെയിം ആണ്, 4.2 മീറ്റേഴ്സാണ് ടാറ്റ അതിൻ്റെ ലെങ്ത് പറഞ്ഞിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഇതിന് മുമ്പത്തെ ഇമേജസ് സിട്രോയിൻ പുറത്തോട്ട് നിങ്ങൾക്കിപ്പോൾ കാണാം. ഓൾമോസ്റ്റ് ആ സെയിം കോൺസെപ്റ്റ് ഇമേജസ് പോലൊക്കെ തന്നെയാണ് ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. അലോയ്സിൻ്റെ സൈസൊക്കെ ഇത്തിരി ചെറുതായിരിക്കും എന്നേ ഉള്ളൂ. ബാക്കി ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ C3 എയർക്രോസിൻ്റെ സെയിം കോമൺ മോഡുലർ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് എഞ്ചിൻ ഓപ്ഷൻസും സെയിം തന്നെയായിരിക്കും. 1.2 ലിറ്റർ പ്യുവർടെക് 110 എന്ന് പറയുന്ന ടർബോ പെട്രോൾ 3 സിലിണ്ടർ എഞ്ചിനാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. 110 PS പവറും. മാനുവൽ ആണെങ്കിൽ 190 Nm ടോർക്കും, ഓട്ടോമാറ്റിക് ആണെങ്കിൽ 205 Nm ടോർക്കും ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്നത്. C3 എയർക്രോസ് ഇനീഷ്യലി ലോഞ്ച് ചെയ്ത സമയത്ത് അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ഇല്ലായിരുന്നു. പക്ഷേ ഈ വാഹനത്തിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് കൊണ്ടായിരിക്കും ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിട്രോയിൻ ഇതുവരെ ഇറക്കിയ വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇത്തിരി കൂടെ പ്രോമിസിംഗ് ആയിട്ടുള്ള വണ്ടിയാണിത്. ആ ഒരു പ്രോമിസ് സെയിൽസിൻ്റെ കാര്യത്തിലൂടെ കാണിക്കുകയാണെങ്കിൽ സിട്രോയിൻ ഇത്തിരി കൂടെ ഹോപ്പ് കൊടുക്കാം ഇന്ത്യയിൽ. കാരണം ഇതുവരെ അവർക്ക് വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. C3 എയർക്രോസ് ആണെങ്കിൽ ഒരു മാസം 200-300 ഒക്കെ വെച്ചേ പോകുന്നുള്ളൂ. C3 300 ആ റേഞ്ചിലൊക്കെ തന്നെ പോകുന്നുള്ളൂ. അതൊന്നും ഇൻക്രീസ് ചെയ്യാണ്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.